നമസ്കാരം. നിലമ്പൂരിൽ തോൽവി ഉറപ്പിച്ച കോൺഗ്രസ് എന്ത് ജാതി കളിയാണ് കളിക്കുന്നതെന്ന് ചോദിച്ചാൽ മാർഗം കളിയാണ് കളിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഭരണകക്ഷി MLA ആയിരിക്കും, ഭരണപക്ഷത്തിന് തന്നെ വലിയ തലവേദനയായി മാറി ഭരണപക്ഷത്തിനെതിരെ ഇല്ലാത്ത പല വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അവസാനം പിടിക്കപ്പെട്ട് LDF ചവിട്ടി പുറത്താക്കിയ ഒരു മനുഷ്യനാണല്ലോ ഈ പറയുന്ന PV അൻവർ. PV അൻവറിനെ LDF ചവിട്ടി പുറത്താക്കുമ്പോൾ PV അൻവർ ഒരു നിലവാരമില്ലാത്ത, നിലപാടില്ലാത്ത, എവിടെ ചെന്നിട്ടെങ്കിലും അവർക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണെന്ന് അറിയാൻ പറ്റും. ഏത് സ്ഥലത്ത് പോയി കയറിയാലും പറയും എന്റെ വാപ്പ പോലെയാണ് എന്നടിക്കുന്ന മുതലാണ് നമുക്കറിയാം. അങ്ങനെ കോൺഗ്രസിനെ സുഖിപ്പിച്ച് പിന്നെ UDF-നൊപ്പം പോകാമെന്ന് വിചാരിച്ചു. UDF-ന് വേണ്ടി കുറെ ഗീർവാണങ്ങൾ അടിച്ചു. അവസാനം കോൺഗ്രസ് എന്ത് ചെയ്തു? കോൺഗ്രസ് LDF-നെതിരെ അടിക്കാൻ പറ്റിയ നല്ലൊരു ആയുധമാണ് ഈ വാപോയ കോടാലി, എടുത്ത് കയ്യിൽ വെച്ചേക്കാം എന്ന് വെച്ച് പിന്നീട് PV അൻവറിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ VD സതീശനും K സുധാകരനും സംഘവും ഒക്കെ കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകൾ ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. PV അൻവർ പറയണത് മുഴുവൻ സത്യ എന്ന് പറഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഈ പറയുന്ന നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് PV അൻവറിന്റെ അടുത്ത്, ഈ UDF ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അൻവർ പിന്തുണയ്ക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അൻവർ പറയുന്നുണ്ട്, അതായത് ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ ഞാൻ പിന്തുണയ്ക്കില്ല, പക്ഷെ ജോയ് നല്ലൊരു സ്ഥാനാർത്ഥിയാ എന്ന് പറയുന്നുണ്ട്. ഈ പ്രഖ്യാപനം വന്ന ശേഷം ഇതേ രീതിയിൽ തന്നെയാണ് അൻവർ പറയുന്നത്. അങ്ങനെ അൻവർ അവസാനമായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ആര്യാടൻ ഷൗക്കത്തിനെ ഇവിടെ മത്സരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്തുണ ഉണ്ടാകില്ല, നിങ്ങൾ മാറി ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്നെ മുന്നണിയിൽ എടുക്കണം എന്ന ഒരു കാര്യം കൂടി നമ്മുടെ PV അൻവർ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസ് ഇപ്പോൾ സത്യത്തിൽ അൻവറിനെ ഒഴിവാക്കാൻ വേണ്ടി, അൻവറിന് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയക്കാരനുമായിട്ട്, ഈ മൂപ്പരുമായിട്ട് ഞങ്ങൾ യാതൊരു ബന്ധവുമില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മുടെ ഈ സൈബർ വെട്ടുക്കിളി രാഹുൽ മാങ്കൂട്ടും ഒക്കെ ഗംഭീരമായിട്ട് FP പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് FP പോസ്റ്റ് ഇടാൻ ഇടയായ സാഹചര്യം? അതായത് PV അൻവർ തന്നെ പറയുന്നു, ആര്യാടൻ ഷൗക്കത്തോടെ മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിലമ്പൂരിൽ 8 നിലയിൽ പൊട്ടും എന്ന് പറയുന്നു. പൊട്ടുമെന്ന് പറയാനിടയായ സാഹചര്യം എന്താണ്? അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ഒരു വ്യക്തിയാണ് PV അൻവർ, അല്ലെ? അതുകൊണ്ട് തന്നെ PV അൻവർ പറയുന്നു ആര്യാടൻ ഷൗക്കത്ത് അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല, അവിടെ ഒരു LDF തരംഗമാണ് എന്ന രീതിയിൽ അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന VS ജോയിക്കൊക്കെ ശരിക്കും പറഞ്ഞ അവസരം കൊടുക്കാത്തത് ഒരു അദ്ദേഹത്തെയൊക്കെ എന്താ പറയാ പിന്തുണയ്ക്കാനായിട്ട് ആ പാർട്ടിക്കകത്ത് ആളില്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല ഒരു ഗ്രാൻഡ് മാസ്റ്റർ എപ്പോഴും വേണം. ഈ പറയുന്ന ആര്യാടൻ മുഹമ്മദിന് ശേഷം ആ പുള്ളിയുടെ മകൻ, അങ്ങനെ രീതിയിലാണല്ലോ ഇവര് സംസ്കാരം. അതുകൊണ്ട് പണിയെടുക്കുന്നവർക്കൊന്നും ഒരു സീറ്റ് കൊടുക്കില്ലെന്നേ, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നേ എന്ന് കോൺഗ്രസ് പറയുന്ന സാഹചര്യം നമ്മളൊക്കെ കണ്ടുവല്ലേ. ഇതേ രീതി തന്നെയാണ് മറിയക്കുട്ടിച്ചേടത്തിയും പറഞ്ഞത്. മറിയക്കുട്ടിച്ചേടത്തി എന്താണ് പറഞ്ഞത്? കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ല മക്കളെ എന്നാണ് പറഞ്ഞത്. ഇത് തന്നെ നമ്മുടെ PV അൻവർ ഇപ്പൊ പറയുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ നിങ്ങൾ മുന്നണിയിൽ എടുക്കുമെങ്കിൽ അത് ലീഗ് എനിക്ക് ഉറപ്പു തരണം എന്ന് പറയുന്നു. അത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇപ്പോഴേ തന്നെ പ്രഖ്യാപിച്ചപ്പോൾ, ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ PV അൻവർ പറയുന്നു. പിന്നെ എങ്ങനെയാണ് PV അൻവർ പിന്തുണയ്ക്കുന്ന പോട്ടെ UDF സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്ന ആര്യാടൻ ഷൗക്കത്തിനെ ജനങ്ങൾ വോട്ട് ചെയ്യുക, വിശ്വസിക്കാൻ കൊള്ളില്ലാത്തൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് ഇവർ പറയുന്ന, ഇവർ ഞങ്ങളുടെ ചങ്കാണെന്ന് പറയുന്ന PV അൻവർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് എന്താണ് സതീശൻ നടത്തിയ പ്രതികരണം? സതീശൻ പറയുന്നു, അതായത് ഞങ്ങളുടെ ശബ്ദമാണ് PV അൻവർ, ഞങ്ങളുടെ അകത്തുള്ള ഞങ്ങളുടെ തന്നെ ആളാണ് PV അൻവർ, PV അൻവറിനെ UDF-ൽ എടുക്കും, UDF-ന് എന്താണോ പറയാനുള്ളത് അതാണ് നമ്മുടെ PV അൻവർ പറയുന്നത് എന്നല്ലേ പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ പെട്ടെന്ന് ടോൺ മാറിയിട്ടുണ്ട്. PV അൻവർ എന്നൊക്കെ ചോദിച്ചാൽ ഏത് PV അൻവർ അങ്ങനെ ഒരാളുണ്ടാവും എന്ന രീതിയിലൊക്കെ അങ്ങ് വളച്ച് കെട്ടി റൂട്ടൊക്കെ മാറ്റി ഇങ്ങനെ സതീശൻ ബബ്ബ അടിച്ച് പഞ്ചാബി ഹൗസ് കളിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോ ഈ ആര്യാടൻ ഷൗക്കത്തിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ജയിപ്പിക്കാൻ വലിയ പാടാണ്, അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കില്ല എന്ന് വന്നതോടുകൂടി തന്നെ ഒരു മറ്റേ പഴയ പരിപാടി ഇറക്കുകയാണ്. ഏത്? ഈ വൈകാരികമായിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി ഉള്ള പരിപാടി ഇല്ലേ? അതായത് ഇപ്പൊ ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ ദിവസം ആര്യാടൻ മുഹമ്മദിന്റെ കബറടക്കത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കാൻ ചെന്നിരുന്നേ, അതൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഫോട്ടോ ഇട്ട് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെയാണല്ലോ ഇവരെല്ലായിടത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. അതായത് ഒരു മൊത്തത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു ബൈ ഇലക്ഷൻ വന്നാൽ, അത് ആരെങ്കിലും മരിച്ചിട്ട് നടക്കുന്ന ഇലക്ഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ചില ഡ്രാമകൾ ഇവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി പറയുന്നു, PV അൻവർ ഈസ് നോട്ട് അവർ ഹെഡേക്ക്. PV അൻവർ LDF MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ അൻവർ മത്സരിക്കുന്നതും മത്സരിക്കാതിരിക്കുന്നതും രണ്ടായാലും CPM-ന് മാത്രം തലവേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടനിലൂടെ നമ്മൾ ജയിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഒരു വശത്ത്
ഈ പറയുന്ന പോലെ പി വി അൻവറിനെ ഞങ്ങൾ എടുക്കും എന്ന് കെ സുധാകരനും അതുപോലെ തന്നെ സതീശനും പറയുമ്പോൾ മറുവശത്ത് ഈ വ്യാജ മാങ്കൂട്ടം പറയുന്നു അങ്ങനെ ഒന്നും എടുക്കില്ല, പുള്ളി മൂപ്പര് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുകയാണ്. സത്യത്തിൽ ഈ ഗെയിമിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. എന്താണ് വ്യക്തം? ഇവരാകെ പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ആര്യാടനെ വെള്ളം പൂശി പൗഡർ ഇടിപ്പിച്ച് വൈറ്റ് വാഷ് അടിച്ചൊരു പരുവായി. മാത്രമല്ല ഇപ്പൊ പറയാ പി വി അൻവർ CPM-ന്റെ MLA ആയിരുന്നു എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഇങ്ങനെയല്ലല്ലോ മാങ്കൂട്ടമെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ പറഞ്ഞത്. മാങ്കൂട്ടമൊക്കെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് നിർത്തിയേക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ വാളയാറിലെ അമ്മച്ചീനെ ചേർത്ത് നിർത്തിയ ഒരു കഥ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അതുപോലെ ഇങ്ങനെ ചേർത്ത് നിർത്തിയേക്കുകയായിരുന്നു. ഇപ്പോ ആളെ പറ്റി വാ തുറക്കുന്നത് ഇങ്ങനെ ചീത്ത പറയാൻ വേണ്ടി മാത്രമാണ്. സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ ചിരിക്കുകയാണ്. നോക്കൂ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ, രാഷ്ട്രീയ സംഭവവികാസങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും വ്യക്തമായി കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നെറുകെട്ട പൊളിറ്റിക്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും VD സതീശനെയും കെ സുധാകരനെയും സണ്ണി ജോസഫിനെയും ഒക്കെ പ്രതിസന്ധിയിലാക്കി എന്തൊക്കെ പി വി അൻവർ പറയുമെന്ന് കാത്തിരിക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ. എന്തിനാണ് അങ്ങനെ കാത്തിരിക്കുന്നത്? പി വി അൻവർ കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ. ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് ഉന്നയിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ എന്തായാലും പുറത്തു വരും. എന്തായാലും പി വി അൻവറും കളത്തിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പി വി അൻവർ മത്സരിക്കുമ്പോൾ ആർക്ക് അത് ഗുണമാകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഈ പറയുന്ന തൃണമൂൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമോ, വീണ്ടും നിയമസഭയിലേക്ക് പി വി അൻവർ പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് കഴിയും. പി വി അൻവർ വളരെ ബുദ്ധിമാനാണ്. എന്താണെന്ന് അറിയൂ, ഒന്ന്, ഇയാൾ ഇനി LDF എടുക്കില്ല എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. ഇനി അയാൾ ഏതൊക്കെ രീതിയിലുള്ള ഡ്രാമ കളിച്ചാലും സഖാക്കൾ ഇയാളെ കൂടെ കൂട്ടില്ല എന്നും നന്നായി തന്നെ പി വി അൻവറിന് അറിയാം. അപ്പൊ പി വി അൻവർ എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കത് ഭയങ്കര ഇവിടെ കണക്ഷൻ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അയാൾ വലിയ ശ്രമങ്ങൾ നടത്തുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? അയാൾ വിലപേശുകയാണ്. അതായത് അൻവറിനെ പൊതുവെ മൊത്തത്തിൽ UDF ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും UDF-ന് ഇനി പി വി അൻവറിനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പി വി അൻവർ ഈ ഇടക്കാലത്ത് നടത്തിയ ഒട്ടുമിക്ക പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്നു സതീശനും കൂട്ടരും. ഇനി ഇവർ നടത്തിയ പരിപാടികളിലും പി വി അൻവർ നിറസാന്നിധ്യമായിരുന്നു. പിണറായി വിജയനെ ചീത്ത വിളിക്കാൻ വേണ്ടി മൈക്ക് വെച്ച് കെട്ടിക്കൊടുത്തിരിക്കുകയായിരുന്നു പി വി അൻവറിന്. അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ഓൻ അറിയില്ലപ്പാ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് എന്ന് നല്ല രീതിയിൽ തന്നെ പി വി അൻവറിന് പറയാം. ഇപ്പൊ പി വി അൻവർ എന്താണ് പറയുന്നത്? ഒന്നല്ലെങ്കിൽ ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണം, അതിന് നടക്കില്ലെന്നറിയാം. അല്ലെങ്കിൽ മുന്നണി പ്രവേശനം നടത്തണം. അത് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണ്ട, എനിക്ക് മുസ്ലിം ലീഗ് ഉറപ്പ് തന്നാൽ നിങ്ങളുടെ ഉറപ്പ് അറിയാലോ. അതിന് ഒരു ഉറപ്പില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് മുന്നണി പ്രവേശനമാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. 2026 നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ വേണ്ടി സീറ്റ് ഒപ്പിച്ചെടുക്കാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പ് അത് മാത്രമാണ്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ പി വി അൻവറിന്റെ നിക്കറ് കീറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതോടുകൂടി തന്നെ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുകയാണ്. അദ്ദേഹം കൂടി മത്സരിക്കാൻ ഇറങ്ങണം എന്ന് തന്നെയാണ് എനിക്കും പേഴ്സണലി പറയാനുള്ളത്. പി വി അൻവർ എന്ന് പറയുന്ന ആള് വെറും സീറോയാണെന്ന് ആ നാട്ടിലെ ജനങ്ങൾ കാണിച്ചു കൊടുക്കാൻ പോവുകയാണ്. അയാൾ നേരിടാൻ പോകുന്ന കനത്ത തിരിച്ചടി അത് വലിയ വലിയ തിരിച്ചടി തന്നെയാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ പെർഫോമൻസ് ഏത് രീതിയിലായിരിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ആര്യാടൻ ഷൗക്കത്തിന് ആരെങ്കിലും ഏതെങ്കിലും ഒക്കെ പരിപാടിയിൽ ഒരു പൊതുപ്രവർത്തകനായിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പുള്ളിക്ക് ഈ പറയുന്ന പൊതുപ്രവർത്തനമൊക്കെ നടത്താൻ അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇപ്പോ ഒരു വലിയ പൊതുപ്രവർത്തകനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ കുറെ ഡ്രാമയെ കാണിച്ചുകൊണ്ട് ഈ പറയുന്ന കോൺഗ്രസ് സ്ഥിരം കലാപരിപാടിയായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു രീതിയിലും നിലമ്പൂരിൽ ടച്ച് പിടിക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക. LDF-നെതിരെ നിരന്തരം കുറെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ച് ഈ സർക്കാർ 10 മടങ്ങ് ശക്തിയോടെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും അത് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും അവർക്കൊപ്പം എന്തായാലും നിലമ്പൂർ മണ്ഡലം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കുമെന്നുള്ള പെരുന്നുണയൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ കണ്ടമൊഴി ഓടിക്കാതെ നോക്കിക്കോ. കഴിഞ്ഞ തവണ വയനാട് മത്സരിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇതേ നുണ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ വ്യാജ ആരോപണങ്ങളും കുറെ നുണകളുമായി വീണ്ടും കോൺഗ്രസിന്റെ നാടക കമ്മിറ്റികൾ, നാടക ടീംസ് മുഴുവനായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ഫേസ്ബുക്കിൽ ഓരോന്ന് എഴുതി പച്ചുപിടിപ്പിക്കാൻ VT ബൽറാമിനെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലെ പോരാളി വാസുവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തായാലും തിരഞ്ഞെടുപ്പ് മുറുകുമ്പോൾ കാണാൻ നല്ല രസമായിരിക്കും. ആ ചേല് കണ്ട് ആസ്വദിക്കാൻ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. അപ്പോ നിലമ്പൂരിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക.